ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 പുറത്തിറങ്ങിയ ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വയസ്സായിട്ടുള്ള പോലീസുകാരൻ കേസ് അന്വേഷിക്കുന്നത്, വയസ്സായിട്ടുള്ളവരുടെ ആക്ഷൻ ത്രില്ലർ മൂവീസ്, ഇതെല്ലാം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ വയസ്സായിട്ടുള്ള ഒരു ലേഡിയുടെ ആക്ഷൻ ത്രില്ലർ മൂവി അധികം അങ്ങനെ കണ്ടു കാണത്തില്ല. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറിയിലും നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണ്. അടുത്തത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അതേപോലെ തന്നെ അവസാനം ഈ ഒരു മൂവിയിൽ വരുന്നൊരു ട്വിസ്റ്റ്, അതാണ് നമ്മൾ ഈ ഒരു മൂവിയിൽ പിടിച്ചെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അധികമായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നഗരത്തിൽ നിന്നും ഒരു ഗ്രാമപ്രദേശം, അവിടെ ഒരു വീട്ടിൽ വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട്. അവരുടെ പേരാണ് ലൂ അഡൽ. അതുപോലെ ലൂവിൻ്റെ കൂടെയാണെങ്കിൽ അവരുടെ വളർത്തുനായായിട്ടുള്ള ജാക്സും ഉണ്ട്. അങ്ങനെ ലൂ ആണെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു മഴയത്ത് തന്നെ അവർ നേരെ അവരുടെ ആ ഒരു തോട്ടത്തിലേക്ക് ചെന്നിട്ട് അവിടെ എന്തോ ഒരു വലിയ കുഴിയെടുക്കാണ്. കുഴിയെടുത്ത അവസാനം അവിടെ നിന്നൊരു പെട്ടി എടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പെട്ടിയിൽ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ ആ ഒരു പെട്ടിയും കൊണ്ട് അവർ നേരെ വീടിനകത്തേക്ക് ചെന്നിട്ട് പിന്നീട് കാണിക്കുമ്പോൾ ഏതോ ഒരു മൃഗത്തിനെ കൊന്ന് അതിൻ്റെ മാംസമെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നു. കൂടാതെ ഒരുപാട് പണവും അവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഈ ഒരു പണമെല്ലാം അവരുടെ ആ ഒരു ഫ്രീസറുണ്ട്, അതിനുള്ളിലേക്ക് ഒളിപ്പിച്ച് വെക്കുകയാണ്. കൂടാതെ തോട്ടത്തിൽ നിന്ന് ഒരു പെട്ടി എടുത്തല്ലോ, ആ ഒരു പെട്ടിയിൽ ഒരുപാട് പേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്ത് വായിച്ച് നോക്കിയതിനു ശേഷം അതെല്ലാം ഇങ്ങനെ കത്തിച്ച് കളയുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ ഒരു സ്നൈപ്പർ തോക്കുണ്ട്, അതെടുത്ത് ആ ഒരു തോക്കെടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കി പിന്നീട് കാണിക്കുമ്പോഴത്തേക്കാണ് അതെന്തിനാണ് വൃത്തിയാക്കി എടുത്തതെന്ന് വെച്ചാൽ ആ ഒരു തോക്കെടുത്ത് അവരുടെ കഴുത്തിലേക്ക് വെച്ച് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ലൂ ഇപ്പോൾ കാട്ടിലേക്ക് പോയിട്ട് ഒരു മാന്യ വേട്ടയാടി തൻ്റെ നായായിട്ടുള്ള ജാക്സ് ഉണ്ടല്ലോ, അതിനോടൊപ്പം അതിനെ വലിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അതുമല്ല കാണിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു ഗ്രാമം ഉള്ളത് ഒരു വലിയ കടലിനടുത്തായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ലൂവിനെ കാണിക്കുമ്പോൾ അവരിപ്പോൾ ഒരു ബാങ്കിലേക്ക് പണം എടുക്കാണ്ട് ഇങ്ങനെ ചെല്ലുന്നു. അങ്ങനെ ആ ഒരു ബാങ്കിനകത്ത് നിൽക്കുന്ന സമയത്താണ് അവിടെയുള്ള TV-യിൽ ഒരു ന്യൂസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇറാനിൽ നടന്ന ഒരു യുദ്ധത്തെ പറ്റിയും അവിടെയുള്ള CI പ്രവർത്തകരെ പറ്റിയാണ് ഈ ഒരു ന്യൂസിൽ കൂടുതലായിട്ടും പറയുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം ലൂ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ചെക്ക് എഴുതി ആ ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കാണ് അവർ നോക്കുമ്പോൾ ഈ ബാങ്കിൽ ലൂവിൻ്റെ പേരിൽ എത്ര പണമുണ്ടോ അത് മൊത്തം എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെക്ക് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെ അവരായാലും ആ ഒരു പണം മുഴുവനായിട്ട് ലൂവിൻ്റെ കയ്യിൽ കൊടുക്കുന്നതും ലൂ ആ ഒരു പണം കൊണ്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു പട്ടണത്തിലെ ഒരു ഷെരീഫ് ഉണ്ട്, ലൂവിൻ്റെ സുഹൃത്തും കൂടിയാണ്. അയാളോട് കുറച്ചു നേരം സംസാരിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആരോ ഒരാൾ നമ്മുടെ ലൂവിനെ നിരീക്ഷിക്കുന്നത് പോലെ ഒളിച്ച് നിന്ന് ഫോളോ ചെയ്യുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലൂ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വണ്ടിയിലുള്ള റേഡിയോയിൽ ഒരു ന്യൂസ് ഇങ്ങനെ പറയുന്നത്, നാളെ കഴിഞ്ഞാൽ കടലിൽ നിന്നും നല്ല രീതിയിലുള്ള കൊടുങ്കാറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ശക്തമായിട്ടുള്ള മഴ ഉണ്ടാവും. എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിലൂടെ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഹന്ന എന്ന് പറഞ്ഞ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിനെ കാണിക്കുന്നു. അവളാണെങ്കിൽ തൻ്റെ മകളോടൊപ്പം അങ്ങനെ ഒളിച്ചു കളിക്കുകയാണ്. അതുമല്ല ഈ ഒരു മഴയും കാറ്റെല്ലാം വരുന്നതിന് മുന്നുള്ള മുൻകരുതലുകളുണ്ടല്ലോ, ആ ഒരു കാര്യങ്ങളെല്ലാം ഇവരും എടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഹന്നയുടെ മകള് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ അച്ഛൻ നിധിയുമായിട്ട് എത്രയും പെട്ടെന്ന് വരുമോ, ഇപ്പം തന്നെ പോയിട്ട് 2 വർഷമായി എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചാലോ? ശരി, ഒന്നുകൂടി ഒളിച്ചു കളിക്കാം. ഞാൻ എന്തായാലും 5 വരെ എണ്ണം, അതിനു മുന്നേ നീ പോയി ഒളിക്കണം. അങ്ങനെ വി ആയാലും അവിടെ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് നമ്മുടെ ഹന്നയുടെ അടുത്തേക്ക് ലൂ ഉണ്ടല്ലോ, അവളുടെ വീടിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴത്തേക്കും ലൂ അവിടെ വണ്ടി നിർത്തിയിട്ട് ഹന്നയോട് പറയും, ഏയ് ഞാൻ എന്താണ് പറയാൻ വരുന്നത് നിനക്ക് നല്ലതുപോലെ അറിയാം. ഇനി അങ്ങോട്ട് കൊടുങ്കാറ്റും മഴയും ഉണ്ടാവും, അതുകൊണ്ട് ഇന്ന് തന്നെ ആ ഒരു വാടക കൊണ്ടു തന്നേക്കണം. ഇത് കേൾക്കുന്ന നമ്മുടെ ഹന്ന പറയും, അയ്യോ സോറി, എനിക്ക് ആ ഒരു കാര്യം അറിയാം, പക്ഷേ എൻ്റെ കയ്യിൽ പണം ഇപ്പോൾ ഇല്ല, കുറച്ചുകൂടി സമയം വേണം, കാരണം നാളെ മഴയും മറ്റു കാര്യങ്ങളും വരുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിപ്പോയി എന്നെല്ലാം പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, പണം എന്തായാലും എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ലൂ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ലൂവിൻ്റെ ഒരു ടൈലറിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അങ്ങനെ ലൂ വണ്ടിയെടുത്ത് മുന്നിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് കാണിക്കുമ്പോൾ വി എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവളിപ്പോൾ ഒളിച്ചു കളിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നത് ഈ റോഡിന് മുന്നിലേക്ക് ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ വണ്ടി അവിടെ നിർത്തുന്നതും ഇത് കണ്ട് നമ്മുടെ ഹന്നയാണെങ്കിൽ ഓടി അടുത്തേക്ക് വന്നിട്ട്, ഹേയ് നിങ്ങൾ എന്തായി ചെയ്യുന്നേ, നോക്കിയില്ല വണ്ടി ഓടിച്ചൂടെ, ഇവിടെ കുട്ടികളുടെ സ്ഥലമല്ലേ എന്നെല്ലാം പറയുമ്പോൾ ലൂ പറയും, അതിന് കുട്ടികളെ നല്ലതുപോലെ വളർത്തണം, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം റോഡല്ല എന്നും പറഞ്ഞിട്ട് ലൂ അവിടെ നിന്നങ്ങ് പോവാണ്. ലൂവിനോട് എന്തായാലും സംസാരിച്ച് നിൽക്കാനായിട്ട് ആരെ കൊണ്ട് കഴിയത്തില്ല. അതുപോലെ ദേഷ്യം പിടിച്ചൊരു ക്യാരക്ടറാണത്. അതുപോലെ ലൂവിനാണെങ്കിലോ ഫാമിലി ആയിട്ട് വേറെ ആരുമല്ല, നമ്മുടെ ലൂവും ജാക്സ് എന്ന് പറഞ്ഞ ആ ഒരു നായും മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹന്നയുടെ വീട്ടിലേക്ക് ക്രിസ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വരുന്നത്, അത് വേറെ ആരുമല്ല, ഹന്നയുടെ കാമുകനാണ്. അതുമല്ല ക്രിസ് വന്ന ഉടനെ
ഹന്നയോട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ല എന്നെപ്പറ്റി നീ എപ്പോഴെങ്കിലും വിയോട് പറഞ്ഞിട്ടുണ്ടോ, അവളുടെ അച്ഛനെ പറ്റിയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ച് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവർ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ലൂ ആണെങ്കിൽ കുറച്ച് ദൂരെ നിന്ന് ഇതെല്ലാം ഇങ്ങനെ കാണുകയാണ്. അതുമല്ല ക്രിസ് ആണെങ്കിൽ ഹന്നയോട് ചോദിക്കും, ശരി ഞാൻ പട്ടണത്തിലേക്ക് പോവാണ്, നിനക്ക് എന്തെങ്കിലും വേണോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൻ ആ ഒരു വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് നേരത്തെ റേഡിയോയിൽ പറഞ്ഞതുപോലെ ആ ഒരു മഴ ഇപ്പോൾ പെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നല്ല മഴയും കൊടുങ്കാറ്റുമായിരിക്കും. അതുമല്ല നമ്മുടെ ക്രിസ് ആണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അതേ സമയം റോഡിൽ ആരോ നിന്നിങ്ങനെ കൈ കാണിക്കുന്നു. അപ്പോൾ ക്രിസ് ആണെങ്കിൽ അവിടേക്ക് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഹേയ് എന്തോ എന്ന് ചോദിക്കുമ്പോൾ, സോറി എൻ്റെ വണ്ടി കേടായിപ്പോയി, ഞാൻ കുറച്ച് ദൂരം നടക്കുമായിരുന്നു, നിങ്ങളെ കൊണ്ട് ഒക്കുമെങ്കിൽ എന്നെ ഇന്ന് വർഷപ്പോരാക്കി തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ക്രിസ് ആയാലും ആ കുഴപ്പമില്ല വാന്നും പറഞ്ഞിട്ട് അവനെയും വിളിച്ച് വണ്ടിയിലേക്ക് കയറ്റിയിട്ട് അവനെയും കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് കാറിനകത്തേക്ക് കയറിയവനാണെങ്കിൽ പെട്ടെന്ന് അതിനകത്തുള്ള മ്യൂസിക് എല്ലാം ഇങ്ങനെ പ്ലേ ചെയ്യുന്നു. എന്നിട്ട് അവന് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് എല്ലാം ഇടുന്നു. ഇതെല്ലാം കാണുമ്പോൾ ക്രിസ് വിചാരിക്കും ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനോടൊപ്പം പാട്ടെല്ലാം പാടി അങ്ങനെ പോയി മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അതേ സമയം കാറിനകത്ത് വന്നവനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ക്രിസിന്റെ തല പിടിച്ച് ആ കാറിന്റെ മുന്നിലേക്ക് 2-3 ഇടി. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ക്രിസിനെ അവൻ ആ ഒരു കാറിനകത്ത് വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. എന്തിനാണ്, ഇവൻ ആരാണ് എന്നൊന്നും നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അത് കഴിഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ കണ്ടല്ലോ നമ്മുടെ ലൂ മരിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു സീൻ തുടങ്ങുന്നത് തന്നെ ഇവിടം വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൂ ഇപ്പോൾ യുദ്ധസമയത്ത് എടുത്തിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ എടുത്ത് അങ്ങനെ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലൂ ഇപ്പോൾ ഒരു ലെറ്റർ എഴുതാണ്. ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ല. അതിൽ എഴുതുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് അധികമായിട്ട് സംസാരിച്ചിട്ടില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു വീട് നിങ്ങൾക്കുള്ളതാണ്. അതേപോലെ തന്നെ ഫ്രീസറിൽ ജാക്സിന് വേണ്ടിയിട്ടുള്ള 1 മാസത്തെ ആഹാരം ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണവും. അതുപോലെ ഇപ്പോൾ ഞാൻ ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവത്തില്ല എന്നെല്ലാം പറഞ്ഞ് കുറച്ചുകൂടി കാര്യങ്ങൾ ആ ഒരു ലെറ്ററിൽ എഴുതുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹന്നയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ വി ആണെങ്കിൽ ഇപ്പോഴും അവളുടെ അച്ഛനെ പറ്റി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഹന്ന പറയും, നിന്റെ അച്ഛന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവളെ ഉറക്കാനായിട്ട് കിടത്തുമ്പോഴത്തേക്കാണ് വി ചോദിക്കുന്നത്, ഇന്ന് എന്നോടൊപ്പം കിടക്കാവെന്ന് ചോദിക്കുമ്പോൾ ആ കിടക്കാലോ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഹന്ന പറയും, ഒരുപക്ഷെ കാറ്റടിച്ചിട്ട് ഡോറിൽ ഇടിക്കുന്ന ശബ്ദമായിരിക്കാം, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറയുന്ന അതേ സമയം പെട്ടെന്ന് ഈ ഒരു വീട്ടിലെ പവർ അങ്ങ് കട്ടാവുകയാണ്. അപ്പോൾ വി നീ ഇവിടെ തന്നെ കിടക്ക്, ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അങ്ങനെ ഹന്ന ആയാലും നേരെ വെളിയിലേക്ക് വന്നിട്ട് ആ ഒരു മെയിൻ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ അവിടെയെല്ലാം വന്ന് ഇങ്ങനെ നോക്കിയിട്ട് ലൂയുടെ വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവരുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്, പക്ഷേ ഇവളുടെ വീട്ടിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ കറണ്ട് കട്ടായതെന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നില്ല. അതേസമയം ഇവിടെ ലൂയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ലൂ ആണെങ്കിൽ അവൾ വളർത്തുന്ന ഒരു നായുണ്ടല്ലോ ജാക്സൺ, അതിനെ ഒരു മുറിയിലേക്ക് കൊണ്ട് പൂട്ടിയിടുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല. അതേസമയം ഹന്നയുടെ വീട്ടിൽ നമ്മുടെ വി അവളുടെ റൂമിലിരിക്കുന്ന സമയത്ത് ആരോ റൂമിനകത്തേക്ക് കയറുന്നത് പോലെ ഇവൾ പേടിച്ചിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു വലിയ കൂടയുണ്ട്, അതിനകത്തേക്ക് കയറി ഇങ്ങനെ ഒളിച്ചിരിക്കും. വെളിയിൽ നമ്മുടെ ഹന്നയാണെങ്കിലോ ഈ മെയിൻ സ്വിച്ച് ബോർഡിലെല്ലാം വന്ന് നോക്കുന്ന സമയത്ത് ആരോ അത് ഓഫ് ചെയ്ത് വെച്ചതുപോലെ. അങ്ങനെ കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോൾ വി ആണെങ്കിൽ ആ ഒരു കൂടെ തുറന്ന് വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് ഡോർ ആരോ തുറക്കാൻ ശ്രമിക്കുന്നത് പോലെ, പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അതേസമയം ആ ഒരു ഡോറിന്റെ ഹോൾ ഉണ്ടല്ലോ അതുവഴി ഏതോ ഒരു പൈപ്പ് ഉള്ളിലേക്ക് വന്നിട്ട് അതിലൂടെ എന്തോ ഒരു പുകയും ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതേസമയം ഇതൊന്നും അറിയാതെ നമ്മുടെ ഹന്നയാണെങ്കിൽ വെളിയിൽ അവിടെ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് ക്രിസിന്റെ ആ ഒരു വണ്ടി കാണുന്നത്. ഇവൻ എന്താ ഇവിടെയെന്ന് പറഞ്ഞിട്ട് ഓടി വണ്ടിയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഉള്ളിൽ ക്രിസിനെ കാണാനില്ല. ചുറ്റിനും വന്ന് നോക്കുമ്പോഴത്തേക്കും അതിന്റെ ടയർ ആണെങ്കിൽ പഞ്ചറായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാറിന്റെ പുറകിലേക്ക് വന്ന് അവിടെ തുറന്ന് നോക്കുന്നതും ആഹാ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ് അതിനകത്ത് മരിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ഹന്ന പെട്ടെന്ന് വീട്ടിലേക്ക് ഓടാണ്. അങ്ങനെ ഓടി വന്നിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് വന്നിട്ട് വി എവിടെയെന്ന് നോക്കുമ്പോൾ അവളെ അവിടെ എവിടെയും കാണാനില്ല. അതുമല്ല ആ ഒരു കട്ടിലാണെങ്കിലോ ഏതൊരു ഫോട്ടോ കിടപ്പുണ്ട്. ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നതും അവൾ കുറച്ചുകൂടി നല്ല ഇതിൽ പേടിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ലൂവിന്റെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും അവളിപ്പോൾ മരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തോക്കെടുത്ത് കഴുത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ലൂ ആണെങ്കിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രിഗർ വലിക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹന്ന പെട്ടെന്ന് വീടിനകത്തേക്ക് ഓടി കയറാണ്. അപ്പോഴേക്കും ലൂ പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് വെച്ചിട്ട് ഹേയ് നീ എന്തിനാ ഇപ്പോൾ വീടിനകത്ത് കയറിയെന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഹന്ന പറയും, വേറൊന്നുമില്ല, എനിക്കിപ്പോൾ പോലീസിനെ വിളിച്ചേ പറ്റൂ, നിങ്ങളുടെ വീട്ടിൽ പവർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പവർ കട്ടാണ്, അതുകൊണ്ട് എന്തായാലും പോലീസിനെ വിളിക്കാൻ കഴിയത്തില്ല. അപ്പോഴാണ് ഹന്ന പറയുന്നത് വിയെ കാണാനില്ല എന്ന് പറയുന്നതും ലൂ ചോദിക്കും, അല്ല നീ വീണ്ടും കുട്ടിയെ ഒളിച്ചു കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അവളെ കൊണ്ടുപോയത് അവളുടെ അച്ഛനാണ്, അവൻ മരിച്ചെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്, പക്ഷെ അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നതും ലൂ പെട്ടെന്ന് അവളുടെ അച്ഛനോ, നീ അവനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല, പക്ഷേ എന്തായാലും അവൻ തന്നെയാണെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ വിട്ടിട്ട് പോയ ആ ഒരു പേപ്പറും അതേപോലെ തന്നെ ഒരു ഫോട്ടോയും അതിങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കാണ്. എന്നിട്ട് പറയും, ഇവനെ പേടിച്ചിട്ടാണ് ഇത്രയും കാലം ഞാൻ പലയിടങ്ങളിലായിട്ട് ഒളിച്ച് ജീവിച്ചത്, അതുപോലെ അവൻ ക്രിസിനെ കൊന്നു, നിങ്ങളുടെ കാറിന്റെ കീങ് തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും പോലീസിനെ വിളിച്ചേ പറ്റൂ. അപ്പോഴേക്കും നമ്മുടെ ലൂ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ കാർ എടുക്കാം വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കാറിനകത്തേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ കാർ സ്റ്റാർട്ട് ആവുന്നില്ല. ഒരുപാട് നേരം ശ്രമിച്ചിട്ട് സ്റ്റാർട്ട് ആവാത്തത് കൊണ്ട് ലൂ പെട്ടെന്ന് കാറിന്റെ മുന്നിലേക്ക് വന്നിട്ട് അത് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് ആഹാ
അതിനകത്ത് എന്തോ ടോയ് പോലെ എന്തോന്നിരിക്കുകയാണ്. ഇത് കാണുന്നതും ഹന്ന ഓടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് കാറിനടുത്തുനിന്ന് ഓടി മാറിയിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കാർ പൊട്ടിയങ്ങ് തെറിക്കുകയാണ്. അതിനകത്ത് വെച്ചിട്ടുള്ളത് ബോംബായിരുന്നു. അപ്പൊ ഇതെന്തായാലും ഹന്നയുടെ ഭർത്താവ് തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്. അതേസമയം അവനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ കാടിനകത്ത് വെച്ചിട്ട് ഒരു നൈറ്റ് വിഷൻ ക്യാമറ എല്ലാം വെച്ച് വിയെ ഒരു ചെറിയ വണ്ടിയിലാക്കി വലിച്ചെടുത്തോണ്ട് ഇങ്ങനെ പോവാണ്. അതേസമയം നമ്മുടെ ഹന്നയും ലൂവും നേരെ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കാണ് ഹന്ന പറയുന്നത് അവൻ എന്തായാലും ഇത്രയും പെർഫെക്റ്റോടെ ഈ ഒരു പ്ലാൻ ചെയ്ത് ഈ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കും ആരുടെയെങ്കിലും സഹായം വേണം. നമുക്ക് എന്തായാലും ആ ഒരു ഷെരീഫിനെ കാണാൻ പോവാന്ന് പറയുമ്പോൾ ഹന്ന പറയും ഹേയ് അതൊരിക്കലും ശരിയാവത്തില്ല. ഷെരീഫിനെ കാണാൻ പോകാനായിട്ട് നമുക്ക് എന്തായാലും വണ്ടിയില്ല, അതേപോലെ തന്നെ വിളിക്കാൻ ഫോണില്ല, വെളിയിൽ നല്ല മഴയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായാലും അവനെ ഫോളോ ചെയ്ത് പോകാം. അവൻ പോയിട്ട് എന്തായാലും കുറച്ച് നേരം ആയിട്ടുള്ളൂ. കിച്ചണിലെ ബാറ്ററി മറ്റു കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ടോർച്ചിന് വേണ്ടിയിട്ടുള്ള, അതെല്ലാം എടുത്തു വെക്കി എന്ന് പറഞ്ഞിട്ട് അവനെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ബാറ്ററിയും ടോർച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാണ്. അപ്പോൾ ഹന്ന പറയുന്നുണ്ട് അവനെ നിനക്ക് അറിയത്തില്ല ലൂ, നിനക്ക് അവൻ അറിയത്തില്ല, അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. വെറും തമാശയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുള്ള തീവ്രവാദികളെല്ലാം അവൻ കൊന്നു തള്ളിയിട്ടുണ്ട്. അതുമല്ല അവൻ നല്ല രീതിയിൽ ഒരു സ്ഫോടക വസ്തു വിദഗ്ധനാണ്. അതുകൊണ്ട് തന്നെ അവനോട് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ലൂ, സാധാരണ ഒരു സ്ത്രീയാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ പേടിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ ലൂ എന്താ ചെയ്യുന്നത് പകരത്തിന് ഒരുപാട് കത്തി, തോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്റെ കബോർഡ് തുറന്നിട്ട് എടുത്തിങ്ങനെ വെക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം എടുത്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹന്ന പറയുന്നുണ്ട് അവന്റെ മരണ സർട്ടിഫിക്കറ്റ് വരെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്, പക്ഷെ ഇപ്പോഴും അവൻ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്നെല്ലാം പറയുന്ന സമയത്ത് ഈ ജാക്കുണ്ടല്ലോ ആ ഒരു നായ, അതാണെങ്കിൽ അവന്റെ മണം പിടിച്ചിട്ട് കാടിനകത്തേക്ക് പോകുന്നതും ആ ഒരു നായയെ ഫോളോ ചെയ്ത് ഇവര് രണ്ടുപേരും പോകുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും താഴേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു സ്ലീപ്പിംഗ് ഗ്യാസ് ഇത് വെച്ചിട്ടാണ് വിയെ മയക്കിയിട്ട് അവൻ കൊണ്ടുപോയിട്ടുള്ളത്. അതേപോലെ തന്നെ അവളെ വലിച്ചെടുത്തിട്ട് പോയിട്ടുള്ള ആ ഒരു ചെറിയ വണ്ടിയുടെ ടയറിന്റെ പാടുണ്ടല്ലോ അതും കാണുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മുടെ ലൂ പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ കുട്ടിയെ കൊണ്ട് അവൻ എന്തായാലും കടൽ തീരത്തേക്കാണ് പോയിട്ടുള്ളത്. അതുമല്ല എത്രയും പെട്ടെന്ന് അവന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തില്ല, കാരണം എയർപോർട്ട്, ഫെറി ഇതെല്ലാം നല്ലതുപോലെ അടച്ചിരിക്കുകയാണ് ഈ മഴ കാരണം. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് എത്തണം. നീ നേരെ പോയിട്ട് ഷെരീഫിനെ വിളിച്ച് സഹായത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് വരാൻ പറയുമ്പോൾ നമ്മുടെ ഹന്ന പറയും ഇല്ലില്ല ഒരിക്കലും അത് ഞാൻ ചെയ്തില്ല, കാരണം എന്റെ കുട്ടിയാണ്, എനിക്കും നിങ്ങളോടൊപ്പം വന്നേ പറ്റൂ. അവളിങ്ങനെ നല്ലതുപോലെ വാശി പിടിക്കുന്നതും ലൂ പറയും ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് നീ എന്റെ പുറയിലായി കഴിഞ്ഞാലേ നിനക്ക് വേണ്ടി ഞാൻ ഒരിക്കലും വെയിറ്റ് ചെയ്യത്തില്ല, അത് നീ ഓർത്തിട്ട് വേണം എന്നോടൊപ്പം വരാനെന്നും പറഞ്ഞ് അവളെ വിളിച്ചിട്ട് അവര് രണ്ടുപേരും അങ്ങനെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഹന്നയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവന്റെ പേര് ഫിലിപ്പ് എന്നാണ്. അവനിപ്പോ വിയെയും കൊണ്ട് ഈ കാടിനകത്തുള്ള ചെറിയൊരു വീടിനകത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിയോട് സംസാരിക്കാണ്ട് വരുമ്പോഴത്തേക്കും വിക്കാണെങ്കിൽ അവൻ ആരാണെന്ന് അറിയത്തില്ല. അപ്പോഴാണ് കുട്ടിക്കാലത്ത് ഇവൻ വിക്ക് വേണ്ടി ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യം അതങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് അവൾക്ക് മനസ്സിലാവും ഇത് തന്റെ അച്ഛനാണെന്ന്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും മോളെ ഞാൻ നിന്റെ അച്ഛനാണെന്ന് ഇങ്ങനെ പറയുന്നതും. അങ്ങനെ അവളാണെങ്കിലും അപ്പാച്ചി സ്വർണം കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ അത് കണ്ടുപിടിച്ചില്ല, അത് കണ്ടുപിടിക്കാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പോകുന്നത്. അപ്പൊ അമ്മ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തായാലും നമ്മുടെ അടുത്തേക്ക് വരും, അതിനു മുന്നേ നമുക്ക് എന്തായാലും ആ ഒരു സ്വർണം കണ്ടുപിടിക്കാണ്ട് ചെല്ലണം എന്നെല്ലാം പറഞ്ഞ് അവൾക്കൊരു ഹെഡ്സെറ്റ് എടുത്ത് വെച്ചു കൊടുത്ത് പാട്ടെല്ലാം കേൾപ്പിച്ചിട്ടാണ് അവൻ വേറെ ആരോടും ഇങ്ങനെ സംസാരിക്കുന്നു. പക്ഷെ അവൻ എന്താണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഇവിടേക്ക് വന്നത് ഒന്നും നമുക്കറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ലൂനെ ഹന്നയെ കാണിക്കുമ്പോൾ ഇവരിപ്പോ രാത്രിയിൽ ഒരുപാട് ദൂരം നടന്നിട്ട് ഈ കാടിലൂടെ നല്ല മഴയുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഇവർ ഈ ഒരു കാട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഒരു മഴ മാറിയെങ്കിലും അതേ ഒരു ഇരുട്ട് ഇപ്പോഴും ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇവർ നിൽക്കുന്നത് ഒരു കുളത്തിനടുത്തായിട്ടാണ്. അതുപോലെ ആ ഒരു കുളത്തിനപ്പുറത്തായിട്ട് മറ്റൊരു വീടുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും ഇപ്പുറത്ത് കിടന്നിട്ട് ബൈനോക്കുലർ ഉപയോഗിച്ച് ആ വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ രണ്ടുപേരും വെളിയിൽ നിൽക്കുന്നു. അതേസമയം നമ്മുടെ ഹന്നയാണെങ്കിലോ പെട്ടെന്ന് അത് പിടിച്ചു പറിച്ച് അവള് നോക്കിയിട്ടാണ് പറയുന്നത് ഇവര് രണ്ടുപേരും എനിക്കറിയാം, അത് ടോണിയും ജെറിയാണ്. അവര് രണ്ടുപേരും ഫിലിപ്പിനെ പോലെ തന്നെ അത്ര ക്രൂരന്മാരാണ്. ഹന്ന പെട്ടെന്ന് എഴുന്നേൽക്കാണ്ട് വരുമ്പോഴത്തേക്കാണ് ലൂ പറയുന്നത് ഹേയ് ഒരു കാരണവശാലും നീ എഴുന്നേക്കരുത്, നിന്റെ ഈ ഒരു മഞ്ഞ കളറ് അത് അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഹന്ന പറയും നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് വിയെയും കൊണ്ട് ഇവിടെ നിന്ന് പോവും, അതിനു മുന്നേ എനിക്ക് അവളെ രക്ഷിക്കണമെന്ന് പറയുന്നത്. ലൂ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് ഒരു കത്തി എടുത്ത് കൊടുത്തിട്ട് ശരി ഇത് കയ്യിൽ വെച്ചോ, ആരെങ്കിലും വരുവാണെങ്കിൽ ഇത് നല്ലതുപോലെ ഉപയോഗിക്കണം, അതുമല്ല നല്ലതുപോലെ ചുറ്റും നിരീക്ഷിച്ച് കിടക്കണം എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹന്ന ചോദിക്കും അല്ല ഇതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗേൾ സ്കൗട്ടിലെ പങ്കെടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അടുത്തത് ലൂ ആ ഒരു വീടിനകത്തേക്ക് നടന്നു ചെല്ലും. അതുപോലെ ചുറ്റിന് നല്ല കാടായതുകൊണ്ട് വെളിയിൽ നിന്ന് ആരെങ്കിലും വരുന്ന ഒരു കാര്യം അകത്ത് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ കഴിയത്തില്ല. അതുപോലെ മഴയായതുകൊണ്ട് പെട്ടെന്ന് ഒരാൾ നടന്നു വരുന്ന ആ ഒരു ശബ്ദവും അവർക്കാർക്ക് കേൾക്കാൻ കഴിയത്തില്ല. അങ്ങനെ ലൂ ആയാലും വെളിയിലൂടെ വന്നിട്ട് ഇവർ രണ്ടുപേരും എന്താണ് സംസാരിക്കുന്നത് അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും അവർ പറയുന്നത് വേറെ ഒന്നുമല്ല, ഫിലിപ്പിന്റെ ഈ ഒരു കളിയിൽ നമുക്ക് ഒരിക്കലും അവനോടൊപ്പം നിൽക്കാൻ കഴിയത്തില്ല, അവനിപ്പോൾ ഉദ്ദേശിക്കുന്നത് മറ്റെന്തോ ആണ്. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ലൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ തലയിൽ ആ ഒരു തൊപ്പിയുണ്ടല്ലോ അതങ്ങനെ ഊരി മാറ്റിയിട്ട് മഴവെള്ളം നല്ലതുപോലെ തലയിലേക്ക് ഇങ്ങനെ കൊള്ളുകയാണ്. അത് കഴിഞ്ഞ് ആ ഒരു വീടിന് മുന്നിലേക്ക് പതിയെ അങ്ങനെ നടന്നു വരുന്നു. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാതെ നല്ലതുപോലെ ഓടി വന്ന ഒരാളാണ് ഇപ്പൊ നടക്കുന്നതോ ഒട്ടും വയ്യാത്ത ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ എങ്ങനെ നടക്കും അതുപോലെ ചെറിയ രീതിയിൽ കൂനിയെല്ലാം ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ അതിലൊരുത്തൻ പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് ഹേ ലേഡി നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ
ലൂ പറയും, ഇല്ല മോനെ, ഞാൻ എൻ്റെ നായനെ കാണാനില്ല, അതിനെ അന്വേഷിച്ച് വന്നതാണ്. അതുപോലെ നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട്, ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം പോകേണ്ടി വരും. ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തോട്ടെ. അതുപോലെ അതേ എനിക്കൊരു ഫോണും കൂടി വേണമായിരുന്നു ഒന്ന് വിളിക്കാനായിട്ട്. അപ്പോൾ അവൻ പറയും, ഹേയ്, ഇവിടെ ഫോണുമില്ല, നിങ്ങളുടെ നായനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഇവിടെ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ ലൂ ആണെങ്കിലും അതേപോലെ തന്നെ ഒരു പാവ സ്ത്രീയെ പോലെ അങ്ങനെ നിൽക്കുന്നതും അവൻ പറയും, ശരി ശരി ബാ, അകത്തേക്ക് വാന്ന് പറഞ്ഞ് ലൂവിനെ അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ലൂ ആയാലും അകത്തേക്ക് കയറിയിട്ട് വീണ്ടും വയ്യാത്തതുപോലെ ഇങ്ങനെ പതിയെ നടന്ന് അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരുത്തൻ ഇരുന്ന് ഇങ്ങനെ കാപ്പിയെല്ലാം കുടിക്കുന്നു. അപ്പോൾ അവൻ പറയും, ശരി ബാ, നിങ്ങൾ നിൽക്കണ്ട, ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അടുത്തേക്ക് വിളിച്ചിരുത്തുമ്പോഴത്തേക്കാണ് ലൂ നോക്കുമ്പോൾ നമ്മുടെ വി ഉപയോഗിച്ചിരുന്ന ഒരു തുണിയും അതേപോലെ തന്നെ വേറെ എന്തൊരു ഫോട്ടോയും അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ലൂ ഇത് ശ്രദ്ധിക്കുന്നത് അതിനകത്തിരിക്കുന്നവനുണ്ടല്ലോ, അവൻ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവ അറിയാതിരിക്കാൻ വേണ്ടി ലൂ പെട്ടെന്ന്, അല്ല നല്ല സൂപ്പാണല്ലോ നിങ്ങൾ കഴിക്കുന്നത്, നല്ല മണമുണ്ട് എന്നെല്ലാം അവൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാണ്. വെളിയിൽ ജാക്ക് കുരയ്ക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നതും അപ്പോൾ ലൂ പറയും, എൻ്റെ ജാക്കിനെ കണ്ടു, ഞാൻ എന്തെല്ലാം പോവാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാനായിട്ട് വരുമ്പോൾ അടുത്തിരിക്കുന്നവൻ പെട്ടെന്ന് ലൂവിൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരിക്കും, പിന്നെ പോവാന്ന് പറയുന്നതും പറയേണ്ട താമസം അതിനു മുന്നേ തന്നെ അവർ തിളച്ചോണ്ടിരിക്കുന്ന സൂപ്പ് എടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒരു ഒറ്റയേറ്, എന്നിട്ട് ആ ഒരു ടേബിള് അങ്ങനെ ചരിച്ചു പിടിക്കുന്നതും അപ്പുറത്ത് നിൽക്കുന്നവൻ എന്തായാലും ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ അവനാണെങ്കിലും ഒരുപാട് നേരം ഷൂട്ട് ചെയ്തിട്ട് ബുള്ളറ്റ് അടുത്തത് ലോഡ് ചെയ്യാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ ലൂ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, അത് വെച്ച് അവനെ ഷൂട്ട് ചെയ്ത് അപ്പോഴേ കൊല്ലുന്നു. അതേസമയം രണ്ടാമത്തവനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് വന്നിട്ട് ലൂവിനെ അങ്ങനെ പൊക്കിയെടുത്ത് താഴേക്ക് കൊടുത്തിട്ട് ഒറ്റയേറ് താഴെ വീണ് നല്ലതുപോലെ ഫൈറ്റ് ചെയ്തിട്ട് ലൂവിനാണെങ്കിൽ ഏകദേശം 50 വയസ്സിന് മുകളിൽ എന്തായാലും പ്രായം ഉണ്ടാവും. എന്നിരുന്നാലും വേറെ ലെവലിൽ അവരോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ലൂവിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം അവനാണെങ്കിൽ ലൂവിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ കടി, എന്നിട്ട് ലൂവിനെ ചവിട്ടി താഴേക്കിടുന്നതും ലൂ എന്താ ചെയ്യുന്ന വെച്ചാല് അടുത്ത് കിടക്കുന്നൊരു പാട്ടയെടുത്ത് അതിന്റെ ആ ഒരു കീറിയ ഭാഗമുണ്ട് അതെടുത്ത് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് അവനോട് ചോദിക്കും, അവളെ അവൻ എവിടേക്കാണ് കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ ഈഗിൾ ബേ എന്ന് പറഞ്ഞൊരു പേര് പറയും. അവിടെ നിന്ന് എവിടേക്കാണ് കൊണ്ടുപോകാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും ലൂവിന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് അവന്റെ കഴുത്തറുത്ത് അവിടെ വെച്ച് കൊല്ലുകയാണ്. നമ്മുടെ ഹന്നയാണെങ്കിൽ ആ ഒരു തോക്കും എടുത്ത് ഓടി അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആൾറെഡി രണ്ടുപേരും ഇതിനകത്ത് മരിച്ചു കിടക്കുന്നു. ഇത് കണ്ട് നമ്മുടെ ഹന്നയാണെങ്കിലും പെട്ടെന്ന് അന്തം വിട്ടിങ്ങനെ നിൽക്കാണ്. കാരണം ഇതിപ്പോ ലൂ ആരാണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെന്തോ വലിയ സംഭവമാണെന്ന് മാത്രം ഹന്നയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവള് ചോദിക്കും, ശരി, മരിക്കുന്നതിന് മുന്നേ അവൻ വിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്നാണ് നമ്മുടെ ലൂ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും വീടിനകത്തുള്ള കുറച്ച് ബാഗുകളുണ്ട്, അതെല്ലാം എടുത്ത് വെളിയിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അതിനകത്ത് തോക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം നമ്മുടെ ലൂ എടുത്ത് നല്ലതുപോലെ ഉപയോഗിക്കുന്നത് കാണുന്നതും ഹന്ന ചോദിക്കും, അല്ല ഞാനും ഈ ഒരു ഗേൾ സ്കൗട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ അമ്പയത്തും മറ്റു കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പക്ഷേ ഈ വീട്ടുപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ആളുകളെ കൊല്ലുന്നത്, ഈ ഒരു കാര്യങ്ങളൊന്നും അതിൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ലൂ പറയും, ഓ അങ്ങനെയാണല്ലേ, ചിലപ്പോൾ എന്നെ പഠിപ്പിച്ചു കാണും. അപ്പോൾ ഹന്ന ചോദിക്കും, സത്യം പറയും, നിങ്ങൾ മിലിറ്ററിയിൽ ഏത് വിഭാഗത്തിലായിരുന്നു ഉള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ലൂ പറയുന്നത്, CIA ആ ഒരു ഗ്രൂപ്പിലായിരുന്നു ഞാനുണ്ടായിരുന്നത്, അതും 26 വർഷം ഒരു സ്പൈ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലൂ ഇത്രയും നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് അവന്മാരെല്ലാം കൊന്നത്. അപ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരാളല്ല എന്തായാലും നമ്മുടെ ഹീറോയിന്റെ കൂടെ ഉള്ളതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അതേസമയം നമ്മുടെ ഫിലിപ്പിനെ വീനെ കാണിക്കുമ്പോൾ വീനെ കൊണ്ട് പോകുന്ന സമയത്താണ് വി പെട്ടെന്ന്, ഡാഡി എന്താ മോളെ, ഇല്ല എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പാറയുടെ താഴെയായിട്ട് ഇവരെ കൊണ്ടു നിർത്തി അവളിങ്ങനെ ഇറക്കി വിടുമ്പോഴത്തേക്കും വി ആണെങ്കിൽ ആ ഒരു പാറയുടെ മറ്റൊരു വശത്തൂടെ അങ്ങനെ നടന്നു പോവാണ്. അതേസമയം നമ്മുടെ ഫിലിപ്പിന്റെ കയ്യിൽ ഒരു വയർലെസ് ഫോൺ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് അവൻ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ സംസാരിക്കുന്നതോ നമ്മുടെ ഹന്ന. അങ്ങനെ ഹന്നയാണെങ്കിലോ ഹലോ ഹലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കും ഫിലിപ്പിന് മനസ്സിലായി എന്തായാലും ഹന്നയും ലൂവും അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന്. അതുമല്ല കുറെ നേരമായിട്ട് അപ്പുറത്തേക്ക് പോയ നമ്മുടെ വി ആണെങ്കിൽ അവള് തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഫിലിപ്പായാലും എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ വി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവള് ഒരു ശലഭത്തിനെ കയ്യിലെടുത്ത് വെച്ചേക്കാണ്. എന്നിട്ട് പറയും ഇതിന് ചിറകൊടിഞ്ഞു പോയെന്ന് പറയുമ്പോൾ ഫിലിപ്പ്, ഓക്കെ മോളെ ഇങ്ങത്താ, നമുക്കിതിനൊരു മരത്തിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അടുത്തുള്ള ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് അതിനെ വെച്ചു കൊടുക്കുമ്പോൾ വി പറയും, ശരി ഞാൻ ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അടുത്തുള്ളൊരു മരത്തിനടുത്തേക്ക് വന്ന് ഒളിച്ചിനെ നോക്കാണ് ഫിലിപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവൻ ചെയ്യുന്നതോ ആ മരത്തിന് മുകളിലേക്ക് വെച്ച ആ ഒരു ചിത്രശലഭം ഉണ്ടല്ലോ അതിനെ അങ്ങനെ കയ്യിലെടുത്ത് ഒരുപാട് നേരം നോക്കി നിന്നിട്ട് പെട്ടെന്ന് അതിനെ അങ്ങ് ഞെരിച്ച് കൊല്ലുന്നു. ഇത് കണ്ട് വി നല്ലതുപോലെ പേടിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലൂവും ഹന്നയും നമ്മുടെ ഫിലിപ്പും വിയും ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ പാറയുടെ താഴെ അവിടേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ അവരവിടെ നിന്ന് പോയി. ഫിലിപ്പാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ദൂരം വീനെ കൊണ്ട് പോയിട്ട് ഒരിടത്ത് എത്തുമ്പോൾ വിയോട് പറയും, വി ഇനി നമുക്ക് നടന്നു പോകണം എന്നും പറഞ്ഞ് അവളെയും കൊണ്ട് നടക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ഹന്നയും ലൂവും ഒരുപാട് ദൂരം സഞ്ചരിച്ചത് കൊണ്ട് തന്നെ ഇവരിവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹന്ന അവളുടെ ഷൂ ഊരുന്ന സമയത്ത് കാല് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് ഈ ഒരു ഷൂ വരഞ്ഞിട്ട്. അതേസമയം ലൂ ആണെങ്കിലോ അവർ കൊണ്ടുവന്ന ആ ഒരു ബാഗിൽ നിന്നും മുറിവിലെല്ലാം വെക്കാനുള്ള മരുന്നെല്ലാം എടുത്തിട്ട് അവളുടെ കാലിലേക്ക് വെക്കുന്ന സമയത്താണ്
അവളുടെ കയ്യിൽ ഈ പൊള്ളലേറ്റ പാടുകൾ, അതേപോലെ തന്നെ കത്തി കൊണ്ട് മുറിച്ച ആ ഒരു പാട്, ഇതെല്ലാം കാണുമ്പോൾ ലൂ ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും സഹിച്ചിട്ട് നീ അവനോട് എന്തിനാ ജീവിച്ചേ എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, അവൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, എന്നെ നല്ലതുപോലെ തന്നെയാണ് സ്നേഹിച്ചത്. പക്ഷെ അവൻ ഇങ്ങനെ ഒരു സൈക്കോ സ്വഭാവമുള്ള ഒരാളാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുമല്ല അവൻ ഇങ്ങനെയെല്ലാം കാണിക്കുമ്പോൾ അത് വി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒളിച്ചു കളി എന്ന് പറഞ്ഞിട്ട് അവളെ പലയിടങ്ങളിലായിട്ട് ഞാൻ ഒളിച്ചിരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹന്നയുടെ കാര്യങ്ങളെല്ലാം അവളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഫിലിപ്പ് ഒരു മാനസിക രോഗിയാണ്. അവന്റെ ജീവിതത്തിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് അവൻ അങ്ങനെ ആയത്. അതുമല്ല അവനൊരു പട്ടാളക്കാരനും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ലൂ ചോദിക്കുന്നുണ്ട്, അല്ല അവൻ എപ്പോഴെങ്കിലും നമ്മുടെ വിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ വീണ്ടും മുന്നിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് ദൂരം നടന്നു വരുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു പാലം ഇവർ കാണുന്നത്. അതുപോലെ അതിനടുത്തായിട്ട് വിയെ കൊണ്ടുപോയിരിക്കുന്ന ആ ഒരു വണ്ടി, അതേപോലെ തന്നെ അവൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഡ്രസ്സ്, ഇതെല്ലാം നമ്മുടെ ഹന്ന കാണുന്നതും എന്താ ഈ ഒരു പാലം കടന്ന് അവർ പോയിട്ടുണ്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അതുപോലെ അതേ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഫിലിപ്പാണെങ്കിൽ അപ്പുറത്തേക്ക് ചെന്നിട്ട് ആ ഒരു പാലത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുകയും ചെയ്തു. അതുകൊണ്ട് ഇവർക്ക് നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ഒരിക്കലും കഴിയത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ലൂ പറയും, നമ്മൾ എന്തായാലും അപ്പുറത്തേക്ക് പോകാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ലൂ അങ്ങനെ പാലത്തിലേക്ക് ആ ഒരു കയറിൽ പിടിച്ചതിന് നടന്നു പോവാണ്. ഹന്ന പുറകെ തന്നെയുണ്ട്. അപ്പോഴേക്കാണ് ജാക്ക് പെട്ടെന്ന് ഇവരോട് പാലത്തിലേക്ക് കയറാനായിട്ട് വരുമ്പോൾ ലൂ പറയും, ഹേയ് ജാക്ക്, നീ എന്തായാലും വരണ്ട, വീട്ടിലേക്ക് പോയിക്കോന്ന് പറയുമ്പോൾ അവൻ പോകാതെ അവിടെ നിന്ന് കുരയ്ക്കാണ്. ലൂവിനോട് സംസാരിക്കുന്ന പോലെയാണ്. അപ്പോൾ ലൂ പറയും, നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ജാക്കിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് എന്നിട്ട് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും വലിയൊരു മരം അത് ഈ ഒരു പാലത്തിൽ തട്ടിയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കാണ്. അങ്ങനെ ആ ഒരു മരത്തിൽ പിടിച്ചിട്ട് നമ്മുടെ ലൂ അപ്പുറത്തേക്ക് ചെന്ന് അതേപോലെ തന്നെ പുറകെ ഹന്നയുണ്ട്. അപ്പോൾ ഒരിടത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ലൂവിന്റെ കയ്യിൽ ഒരുത്തൻ ആ ഒരു ഫൈറ്റിനിടയിൽ കടിച്ചു കൊടുത്തല്ലോ. ആ ഒരു വേദന കാരണം അധികം നേരം അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലൂവിന്റെ പിടി വിട്ട് നേരെ താഴേക്ക് വീഴുന്നു. ആ ഒരു പാലത്തിൽ നിന്ന് നേരെ താഴേക്കല്ല, അടുത്തുള്ളൊരു ചരിവിലേക്കാണ് വന്ന് വീഴുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഹന്നയും പിടിവിട്ട് നേരെ ആ ഒരു ചരിവിലേക്ക് വീണിട്ട് രണ്ടുപേരും ഇപ്പോൾ ഇഴഞ്ഞ് നേരെ താഴേക്ക് വന്ന് വീഴാണ്. അതുപോലെ താഴെ വീണ വീഴ്ചയിൽ രണ്ടുപേരുടെയും ബോധം പോയി. കുറെ കഴിഞ്ഞിട്ട് ഹന്ന എഴുന്നേറ്റ് ലൂവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴത്തേക്കാണ് ലൂവിന്റെ കൈയാണെങ്കിലോ ആ വീണ വീഴ്ചയിൽ നല്ലതുപോലെ മടങ്ങിയിട്ടുണ്ട്. അതങ്ങനെ പിടിച്ച് ആ ഒരു വേദന സാഹിച്ചു പിടിച്ച് കൈ പിടിച്ചിട്ട് ഒറ്റ വലി അതങ്ങനെ നൂത്ത് വെച്ചിട്ട് എന്നിട്ട് വാന്നും പറഞ്ഞ് ഹന്നയും വിളിച്ച് വീണ്ടും ഒരുപാട് ദൂരം നടക്കുന്നു. ഇപ്പൊ കുറെ ദൂരം നടക്കുമ്പോൾ ആ ഒരു മഴ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. അങ്ങനെ അവസാനം ഇവർ നടന്നു വരുന്നത് ആ ഒരു കടൽ തീരത്താണ്. അപ്പൊ ഇവിടെ വന്നിട്ട് അവൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. നോക്കുമ്പോൾ അവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു ബോട്ടുണ്ട്. രണ്ടുപേരും അതിനകത്തേക്ക് കയറും. ലൂ ആണ് ആദ്യം കയറുന്നത്. നോക്കുമ്പോൾ അതിനകത്ത് ഫോട്ടോയിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹന്ന കാണാതെ ലൂ അങ്ങെടുക്കും. അതുമല്ല വി ഉപയോഗിച്ചിരുന്ന ആ ഒരു പാവ അതിനകത്ത് വെച്ചേക്കാണ്. അങ്ങനെ ഇത് കാണുന്നതും ഹന്ന ആ ഒരു പാവ എടുത്തിട്ട് വെളിയിലേക്ക് വന്ന് വീന്നും പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും ലൂ വന്നിട്ട് പെട്ടെന്ന് അവളുടെ വായങ്ങ് മൂടാണ്. എന്നിട്ട് പറയും, ഹേയ് മിണ്ടാതിരിക്കെ, അവൻ എന്തായാലും ഇത് കേൾക്കും എന്ന് പറഞ്ഞ് കുറച്ച് ദൂരേക്ക് നോക്കുമ്പോൾ ഒരു മലയുടെ മുകളിലായിട്ട് തീ കത്തുന്ന പോലെ അതിന്റെ പുക ഇങ്ങനെ മുകളിലേക്ക് ഉയരുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം നമ്മുടെ ഹന്ന കണ്ടിട്ടില്ല. അപ്പോൾ ലൂ എന്താ ചെയ്യുന്ന വെച്ചാൽ, ശരി ഹന്ന, നീ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ആരെങ്കിലും സഹായത്തിനായിട്ട് വേണം. അതുകൊണ്ട് ഈ ഒരു വയർലെസ് ഫോൺ എടുത്തിട്ട് ഈ ഒരു കുന്നിന് മുകളിലേക്ക് പോയി നീ ആരെങ്കിലും സഹായത്തിന് വിളിക്ക്, പോലീസിനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക, പോലീസിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം. അതുവരെ ഞാൻ എന്തായാലും ഇവിടെ വിശ്രമിക്കാൻ പോവാണ്. നീ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് വിയെ കണ്ടുപിടിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞ് ഹന്നയെ അവൾ മുകളിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹന്ന അവിടെ നിന്ന് പോയതിനു ശേഷം ലൂ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ കയ്യിലുള്ള ആ ഒരു 2 തോക്കും എടുത്ത് ഒരു നൈറ്റ് വിഷൻ ക്യാമറ എടുത്ത് വെച്ച് ആ ഒരു പുക കണ്ടല്ലോ അവിടേക്ക് തന്നെ നടന്നു ചെല്ലാണ്. കാണിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഫിലിപ്പ് വിയെ ആ ഒരു ഗുഹയ്ക്കുള്ളിലാണ് വെച്ചിട്ടുള്ളത്. അതേസമയം നമ്മുടെ ഹന്നയാണെങ്കിലോ ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി വന്നിട്ട് സഹായത്തിന് വേണ്ടിയിട്ട് അവളിങ്ങനെ വിളിക്കുന്നത് നമ്മുടെ ആ ഒരു ഷെരീഫിനെ. എന്നിട്ട് ആ ഒരു ഷെരീഫിനോട് ഇതേപോലെ വിയെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ള കാര്യവും അതേപോലെ തന്നെ ഞാനും ലൂവും ഞങ്ങൾ രണ്ടുപേരും അവളെ അന്വേഷിച്ച് കടൽത്തീരത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മുടെ ഷെരീഫിനോട് ഇങ്ങനെ പറയാണ്. അതേസമയം ലൂ ആണെങ്കിലോ പതിയെ ആ ഒരു തോക്ക് കൊണ്ട് നേരെ ആ ഒരു ഗുഹയ്ക്ക് അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സ്നൈപ്പർ വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ വി അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഫിലിപ്പിനെ അവിടെ എവിടെയും കാണാനില്ല. അടുത്ത് എന്തോ മൂടിപ്പതിച്ചിട്ടേക്കുന്നു. അത് ഫിലിപ്പാണോ ഇല്ലെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ പതിയെ നടന്ന് അടുത്തേക്ക് വന്നിങ്ങനെ നോക്കുന്നതും അവൻ്റെ പുറകെ തന്നെ നമ്മുടെ ഫിലിപ്പ് നിൽക്കുന്നു. അവന്റെ കയ്യിൽ ഇപ്പോൾ ഒരു തോക്കുണ്ട്. എന്നിട്ട് ഫിലിപ്പ് പറയും, ശരി നിങ്ങളുടെ ആ ഒരു തോക്ക് താഴേക്കിട് എന്ന് പറയുമ്പോൾ ലൂ ആ ഒരു തോക്ക് താഴെയിടാണ്. എന്നിട്ടാണ് അവൻ പതിയെ മുന്നിലേക്ക് വന്നിട്ട്, കുട്ടിയെ ഓർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല, എനിക്കറിയേണ്ടത് ഇത് മാത്രമാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ വിറ്റത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ലൂ പറയുന്നത്, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, എനിക്ക് ഹന്നനെ വീനെ രക്ഷിക്കണമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫിലിപ്പ് പറയുന്നത്, എന്തിനാണ് നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നത്, ഹന്ന ഒരു പാവമാണ്, അതുകൊണ്ട് അവളെ വിശ്വസിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ ലൂ പറയും, ഇല്ല ഫിലിപ്പ്, ഹന്നയ്ക്ക് ഒരിക്കലും ഞാൻ ആരാണെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും അവൻ കുറച്ചു നേരം വിഷമിച്ചിട്ട്, ശരിയാണ്, എന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാനായിട്ട് ഇപ്പോഴും പാടാണ് എന്നിങ്ങനെ പറയുന്നതും ഒരു 1.5 ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂവിന്റെ മകനാണ് ഫിലിപ്പ്
എന്നിട്ടാണ് ലൂ ചോദിക്കുന്നത്, ശരി ഫിലിപ്പ്, ഇപ്പോഴെങ്കിലും പറയ്, നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്കൊരു കാര്യം അറിയോ, അന്ന് അവരെന്നെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ വിയുടെ അതേ പ്രായമായിരുന്നു ഇരിക്കും. എന്നെങ്കിലും എൻ്റെ അമ്മ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു. പക്ഷെ അവരൊരിക്കലും എന്നോട് നല്ലതുപോലെയല്ല പെരുമാറിയത്. അപ്പോൾ ലൂ പറയും, സോറി ഫിലിപ്പ്, അതൊരു കെണിയായിരുന്നു. ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മരിക്കും എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് ഇവിടെ സംഭവിച്ചത് വേറെ ഒന്നുമല്ല. കുട്ടിക്കാലത്ത് നമ്മുടെ ലൂ ആണെങ്കിൽ ആർമിയിൽ ഒരു CIA ആയിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഇറാനിൽ വെച്ച് ഫിലിപ്പ് കുട്ടിയായിരിക്കുന്ന സമയത്ത് അവിടെയുള്ള തീവ്രവാദികൾ നമ്മുടെ ഫിലിപ്പിനെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ രക്ഷിക്കാനായിട്ട് ഒരിക്കലും ലൂ ചെന്നിരുന്നില്ല. അങ്ങനെ അവനെ തട്ടിക്കൊണ്ട് പോയവരാണെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടെല്ലാം അവനെ നല്ലതുപോലെ പീഡിപ്പിച്ചു. കുട്ടിക്കാലത്ത് സംഭവിച്ച ആ ഒരു കാര്യമാണ് നമ്മുടെ ഫിലിപ്പിന്റെ മാനസികാവസ്ഥ തന്നെ മാറ്റിയത്. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന നമ്മുടെ ഫിലിപ്പ് പിന്നീട് അമേരിക്കൻ ആർമിയിൽ ചേരുമായിരുന്നു. എന്നിരുന്നാലും അവന്റെ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവനൊരു പാർട്ട്ണറെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ലൂ ആയിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹന്നയെ ഫിലിപ്പിന്റെ മുന്നിലേക്ക് എത്തിച്ചത്. പക്ഷെ അവനാണെങ്കിലോ അവളെ കല്യാണം കഴിച്ചതിന് ശേഷവും അവന്റെ മാനസികാവസ്ഥയിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായതോടുകൂടി ഹന്നയാണെങ്കിലോ അവനെ വിട്ട് ഒളിച്ചോടി മറ്റൊരിടത്ത് ജീവിക്കാനും തുടങ്ങി. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഹന്നയ്ക്ക് അറിയത്തില്ല ഇതെല്ലാം ചെയ്തത് നമ്മുടെ ലൂ ആണെന്ന്. അപ്പോൾ ലൂ കാരണം ഹന്നയുടെ ആ ഒരു ജീവിതം ഇങ്ങനെയായി. അതുകൊണ്ട് തന്നെ ഹന്നയെ സംരക്ഷിക്കേണ്ട ആ ഒരു ചുമതല ലൂവിനാണ്. അതുകൊണ്ടാണ് അവളുടെ പുറകെ ഫോളോ ചെയ്ത് വന്നിട്ട് അവൾക്ക് താമസിക്കാനായിട്ട് ഇതേപോലെ ആ ഒരു വീടും സ്ഥലവും എല്ലാം കൊടുത്ത് ഒരു കാവലായിട്ട് അടുത്ത് തന്നെ നമ്മുടെ ലൂവും താമസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തന്റെ മകളെയും അതേപോലെ തന്നെ ഭാര്യനെയും തന്നിൽ നിന്ന് അകറ്റി അതേപോലെ തന്നെ ഒരു അമ്മയുടെ സ്നേഹം ഒരിക്കലും ലൂവിൽ നിന്നും നമ്മുടെ ഫിലിപ്പിന് കിട്ടിയിട്ടില്ല. ഈ ഒരു ദേഷ്യമെല്ലാം കാരണമാണ് വിയെ അവൻ ഇപ്പോൾ തട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. അതും അവന്റെ അമ്മയോടുള്ള ആ ഒരു ദേഷ്യം കാരണം. അപ്പോഴേക്കും ലൂ ആണെങ്കിൽ പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവൻ പറയും, അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നു പറയുമ്പോൾ, നീ ഷൂട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. നീ ഇന്നലെ വിയെ തട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ എന്നെ കൊല്ലാനായിട്ട് വീടിനകത്ത് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരിക്കലും പേടിയില്ല. നിന്നോട് ഇത്രയും കാണിച്ചതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എനിക്കറിയാം ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന്. അതുകൊണ്ട് നിനക്ക് എന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നീ കൊന്നു. പക്ഷേ ഒരിക്കലും എന്നോടുള്ള ആ ഒരു ദേഷ്യം നീ ഹന്നയോടും വിയോടും തീർക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് ഈ കുട്ടിക്കാലത്ത് അവനോടുള്ള ആ ഒരു സമയം അവർ രണ്ടുപേരും പറഞ്ഞിരുന്ന കാര്യങ്ങളും ഒരുപാട് ഓർമ്മകളെല്ലാം നമ്മുടെ ഫിലിപ്പിനോട് ലൂ അങ്ങനെ പറയുന്നതും അവന്റെ മനസ്സ് പതിയെ പതിയെ ഇങ്ങനെ മാറാണ്. അങ്ങനെ ഒരുപാട് നേരം ആ ഒരു കാര്യങ്ങളിൽ ഓർത്തിട്ട് അവൻ വിഷമിച്ചിട്ട് പെട്ടെന്ന് അവന്റെ മനസ്സ് മാറ്റിയിട്ടാണ്, ഇല്ലില്ല ഞാൻ ഒരിക്കലും മാറത്തില്ല എന്നും പറഞ്ഞ് അവന്റെ ആ ഒരു തോക്കെടുത്തിട്ട്, ശരി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുട്ടിക്കാലത്ത് സംഭവിച്ച ആ ഒരു കാര്യം മറക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുടുംബം മൊത്തമായിട്ട് ഇല്ലാതാവണം. എന്നിരുന്നാലേ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു തോക്കെടുത്തുകൊണ്ട് നിൽക്കുന്നതും ലൂ ആ ഒരു ഗ്യാപ്പിൽ തന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് സ്വന്തം മകനെന്ന് പോലും നോക്കാതെ അവന്റെ തോളിലേക്ക് അങ്ങനെ കുത്തിയിറക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി താഴെ കിടന്ന് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. ഒരവസരത്തിൽ അവനാണെങ്കിൽ ഒരു കോടാലി എടുത്ത് ലൂവിനെ വെട്ടാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ആദ്യം ഒഴിഞ്ഞു മാറുമെങ്കിലും പിന്നീട് അവൻ ആ ഒരു കോടാലിയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ, മൂർച്ചയുള്ള ഒരു ഭാഗം, അതങ്ങനെ പതിയെ ലൂവിന്റെ ദേഹത്തേക്ക് കുത്തിയിറക്കി വെച്ചിട്ട് വീനെ എടുത്ത് അവിടെ നിന്ന് പോവും. അതിനു മുന്നേ അവൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെയുള്ള ആ ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിലുണ്ടാവും, ഹന്നയെ കൊണ്ട് നിങ്ങൾ അവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഷെരീഫ് ഈ ഒരു കാര്യങ്ങളെല്ലാം അവരുടെ മേലുദ്യോഗസ്ഥരോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് അവിടെ നിന്നും ഒരു ടീമിനെ തന്നെ അവർ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുമല്ല അവർക്കൊരു ഫാക്സ് അയച്ചിട്ടുണ്ട്, അതെടുത്ത് നോക്കാൻ പറഞ്ഞിട്ട് അതിൽ ലൂ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട്. അതും നിങ്ങൾ അവിടെയുള്ള ലൂ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയും ഒന്നാണോ ഇല്ലേ എന്ന് നോക്കാൻ പറയുന്നു. അപ്പോൾ അവർ ഷെരീഫ് പറയും, അതെ ഇവർ തന്നെയാണ്. അപ്പോഴേക്കും അവർ അടുത്തൊരു ഫാക്സ് അയക്കാണ്. അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മുടെ ഫിലിപ്പിന്റെ ഫോട്ടോ. ഇവൻ അവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവനാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവനായിരിക്കണം ആ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അതുമല്ല ഇവർ രണ്ടുപേരുള്ള ആ ഒരു കടൽ തീരമുണ്ടല്ലോ, അതിന്റെ പേരും അവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് ഉടനെ തന്നെ വരും. അതിനു മുന്നേ ആ ഒരു പ്രദേശത്തേക്ക് മറ്റാരെയും കടത്തി വിടരുത്, ആ ഒരു ഭാഗം മുഴുവനായിട്ട് സീൽ ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ഷെരീഫ് പറയും, ഇല്ല സാർ അവിടെ ഒരു അമ്മയും കുഞ്ഞുണ്ട്, അവരെയാണ് അവൻ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അപ്പോഴാണ് അവിടെ നിന്നും മറ്റൊരു കാര്യം ഇവരോട് പറയുന്നത്, ഫിലിപ്പ് എന്ന് പറഞ്ഞ അവനില്ലേ, അവൻ അമേരിക്കൻ ആർമിയിലെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയെല്ലാം വാങ്ങിയിട്ട് അവൻ അവിടെ നിന്നും ഒളിച്ചോടി വന്നതാണ്. അതുമല്ലാതെ CIA അവർ ലക്ഷ്യം വെക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ലേഡിയാണ് ലൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ. അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെ കാര്യത്തിൽ ആരും ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ വെക്കാനായിട്ട് വരുമ്പോൾ ഷെരീഫ് പറയുന്നുണ്ട്, അല്ല സാർ അവിടെ ഒരു അമ്മയെ കുഞ്ഞുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും അവർ കേൾക്കുന്നില്ല, നിങ്ങൾ ഞങ്ങളുടെ വഴിയിൽ നിന്നും മാറി നിൽക്കണമെന്ന് മാത്രമാണ് അവർ പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ലൂവിനെയും ഫിലിപ്പിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ അവിടേക്ക് വരുന്നത്. അതേസമയം ഇവിടെ നമ്മുടെ ലൂ ആണെങ്കിൽ ആ ഒരു ബോട്ടിനടുത്ത് വീണ് തിരിച്ചു വരുമ്പോൾ ഹന്ന താഴേക്ക് വന്ന് നോക്കുമ്പോൾ ലൂവിനാണെങ്കിൽ പരിക്കുപറ്റി കിടക്കുന്നു. അവളുടെ തോളിലുള്ള ആ ഒരു കോടാലി വരച്ചൂരിയിട്ട് മുറിവെല്ലാം വെച്ച് കെട്ടി. ലൂവിന്റെ ബാഗിൽ നിന്നും അവൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന്റെ പുറകിൽ എഴുതിയിരിക്കുന്ന കാര്യം അപ്പോഴാണ് അവൾ വായിക്കുന്നത്. വേറെ ഒന്നുമല്ല അതിൽ എഴുതിയിരിക്കുന്നത്, ഇനി എന്റെ ഊഴാണോ അമ്മേ എന്നും പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹന്നയ്ക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ട് അവരോട് ചോദിക്കും, സത്യം പറയും എന്താ അവിടെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ
നമ്മുടെ ലൂവും നടന്ന കാര്യങ്ങളെല്ലാം പറയും സത്യത്തിൽ ഫിലിപ്പ് തന്റെ മകനാണെന്നും അതേപോലെ തന്നെ അത് അറിഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരും സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഇത്രയും കാലം ഞാൻ ജീവിച്ചതെന്നും അതുപോലെ നമ്മുടെ ഹന്നയും ഫിലിപ്പിനെയും ഒന്നിപ്പിച്ചതും ലൂ ആണെന്നുള്ള കാര്യം ലൂ അങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ ഹന്നയ്ക്ക് അത്രയും ദേഷ്യമായി. കാരണം ലൂ കാരണമാണ് അവനെ പോലുള്ളൊരു സൈക്കോ ഇവളുടെ ജീവിതത്തിലേക്ക് തന്നെ വന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ അവൾക്ക് ജീവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹന്ന എന്താ ചെയ്യുന്ന വെച്ചാൽ ഇനി ഒരിക്കലും നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് അവൾ ഒറ്റയ്ക്ക് ആ ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോകുന്നു. ലൂ ഒരുപാട് നേരം പറഞ്ഞു നോക്കുന്നുണ്ട് പോരുതെന്നല്ല, പക്ഷെ അവൾ കേൾക്കുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ലൂവിനടുത്തേക്ക് ജാക്കുണ്ടല്ലോ അവൾ വളർത്തുന്ന ഒരു നായ, അത് അവളുടെ അടുത്തേക്ക് വന്നിങ്ങനെ കിടക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ അടുത്ത ദിവസമായി കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹന്നയാണെങ്കിലോ നേരെ ആ ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം കാണിക്കുമ്പോൾ ആ ഒരു ഷെരീഫ് അയാളിപ്പോൾ ഇവിടേക്ക് വന്നിട്ട് നമ്മുടെ ലൂയെ കണ്ടുപിടിച്ച് അവളെ രക്ഷിച്ചിട്ട് വെള്ളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, അപ്പോൾ നീ ഒരു CIA ആണല്ലേ, അല്ല നിന്നെ എന്തിനാ അവർ കൊല്ലാൻ വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ലൂ പറയുന്നത് ഇറാനിൽ വെച്ചിട്ടുള്ള ആ ഒരു യുദ്ധത്തിൽ CIA ആയിട്ട് ഒരു അട്ടിമറി ഉണ്ടായിരുന്നു, അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിലാണുള്ളത്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ആ ഒരു ഷെരീഫാണെങ്കിലോ അപ്പോഴേക്ക് ഷെരീഫ് എന്താ ചെയ്യുന്ന വെച്ചാൽ ഷെരീഫിന്റെ കയ്യിൽ റിംഗ് കിടപ്പുണ്ട്, അതെടുത്ത് നമ്മുടെ ലൂവിന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഷെരീഫ് പറയുന്നത് ആ ഒരു CIA അവരുടനെ തന്നെ ഇവിടേക്ക് വരും എന്ന് പറയുമ്പോൾ ലൂ പറയും ശരി, ആ ഒരു തോക്കില് മെഡിക്കൽ കിറ്റ് ഉണ്ട്, എന്റെ ദേഹം മുറിഞ്ഞിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരാൻ പറയുമ്പോൾ ആ ഒരു ഷെരീഫ് അതെടുക്കാനായിട്ട് ബോർഡിനകത്തേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പില് നമ്മുടെ ഷെരീഫ് ഒരു ബൈക്കിലായിരുന്നു വന്നത്, അതും എടുത്ത് നേരെ ആ ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് നല്ല വേഗതയിൽ ഇങ്ങനെ പോവാണ്. അതേസമയം നമ്മുടെ ഹന്നയാണെങ്കിലും ഇപ്പോൾ ആ ഒരു ലൈറ്റ് ഹൗസിന്റെ താഴേക്ക് വരുമ്പോൾ വി മുകളിൽ നിന്നിട്ട് അവളെ ഇങ്ങനെ വിളിക്കാണ്. അങ്ങനെ ഹന്നയാണെങ്കിലും ഓടി മുകളിലേക്ക് ഇങ്ങനെ കയറുന്നു. മുകളിലേക്ക് കയറി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഫിലിപ്പ് വിയെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹന്ന പറയും ഫിലിപ്പ് വേണ്ട, ഒരു കാരണവശാലും അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ലില്ല, നമ്മൾ കുടുംബമായിട്ട് ഇപ്പോൾ മറ്റൊരു കാര്യം ചെയ്യാൻ പോവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വി പറയും അച്ഛൻ എനിക്ക് അമ്മയെ കെട്ടിപ്പിടിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴേക്കും അവനാണെങ്കിലും വിടാൻ തയ്യാറാവത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഹന്ന പറയുന്നത് അവസാനമായിട്ടും ഒരു നിമിഷത്തേക്ക് എന്നെല്ലാം പറയുമ്പോൾ അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിയെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞു വിടും. അങ്ങനെ വി അടുത്തേക്ക് വരുന്നതും ഫിലിപ്പിന്റെ കയ്യിൽ എന്തിന്റെ റിമോട്ട് ഉണ്ട്, അത് അവനങ്ങനെ കയ്യിൽ വെച്ചേക്കാണ്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹന്ന വിയോട് പറയും നമുക്ക് ഒളിച്ചു കളിക്കാം എന്നിങ്ങനെ പറയുന്നതും വി പെട്ടെന്ന് ഫിലിപ്പിനെ നോക്കിയിട്ട് അച്ഛാ എനിക്കൊന്ന് ബാത്റൂമിൽ പോടുമെന്ന് പറയുമ്പോൾ ഫിലിപ്പ് പറയും ആ പോയിട്ട് വാ, പക്ഷെ പെട്ടെന്നാവണം. അങ്ങനെ വി ആണെങ്കിലും പതിയെ താഴേക്ക് ഇറങ്ങി പോകുന്ന അതേ സമയത്ത് ഹന്ന കയ്യിൽ വെച്ചിരുന്ന ആ ഒരു തോക്കെടുത്ത് അവന്റെ നേർക്ക് ഇങ്ങനെ ചൂണ്ടുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് ഇല്ല ഹന്ന, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, അതെനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം, നിനക്ക് എന്തെങ്കിലും എന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നീ പണ്ടേ ചെയ്താനേ എന്ന് പറഞ്ഞിട്ട് അവൻ നല്ല കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ഹന്ന അങ്ങനെ അവന്റെ തോളിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവൻ വീണ്ടും ഓടി അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവൻ താഴെ വീഴുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്കിതിനെ ഒട്ടും പേടിയില്ലാന്ന് ഇങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിലും അവളുടെ കാലിലേക്ക് ചവിട്ടി താഴേക്കിട്ട് രണ്ടുപേരും അവിടെ കിടന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. ഒരവസരത്തിൽ ഫിലിപ്പ് അവൾ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ടാണ് പറയുന്നത് ഏയ് നിനക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്നെല്ലാം പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഹന്ന അത് കുറേ നേരം ഇങ്ങനെ കേട്ടിരുന്നിട്ട് അവളുടെ കയ്യിലാണെങ്കിൽ ഒരു കത്തിയും കൂടി ഉണ്ടായിരുന്നു. അതെടുത്ത് അവന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്തി ഇറക്കിയിട്ട് കുറെ നേരം അങ്ങനെ വെച്ച് ആ ഒരു കത്തിയോടൊപ്പം തന്നെ ചേർത്ത് ആ ഒരു ചുമരിലേക്ക് കുത്തിയിറക്കി അങ്ങ് വെക്കുകയാണ്. അവൻ അനങ്ങാൻ കഴിയുന്നില്ല. എന്നിട്ട് ഹന്ന ആ ഒരു ഗ്യാപ്പിൽ പതിയെ താഴേക്ക് ഇറങ്ങി വരുന്നു. അവളുടെ കാലാണെങ്കിലും വയ്യ. പതിയെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അപ്പോഴേക്കും മുകളിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. വേറെ ഒന്നുമല്ല, ഫിലിപ്പ് അവന്റെ ആ ഒരു കൈ വലിച്ചൂരിയിട്ടുണ്ട്. അതുമല്ല നമ്മുടെ വി ഇപ്പൊ അന്വേഷിക്കണമല്ലോ, അതുകൊണ്ട് വി എവിടെയാ, കളി അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും വി അടുത്തുള്ള റൂമിനകത്ത് നിൽക്കാണ്. അതുമല്ലാതെ അവള് താഴെ നോക്കുമ്പോഴത്തേക്കാണ് ആഹാ വേറെ ഒന്നുമല്ല, നമ്മുടെ ഫിലിപ്പിന്റെ കയ്യിൽ ആ ഒരു റിമോട്ട് ഉണ്ടല്ലോ, സത്യത്തിൽ ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ മുള്ളിൽ മുഴുവനായിട്ടും അവൻ ബോംബുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. അതിന്റെ റിമോട്ടാണ് അവന്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ വിയെ രക്ഷിച്ച് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ആരും അകത്തേക്ക് കയറി വരുന്നത് പോലെ അവള് രണ്ടിനും തയ്യാറായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല, ലൂ ആയിരുന്നു. അകത്തേക്ക് വന്നിട്ട് ലൂവും ഈ ഒരു കാര്യം കാണും. എന്നിട്ട് ഇപ്പോൾ ഇവർക്ക് മുകളിലോട്ടും പെട്ടെന്ന് കയറാൻ കഴിയത്തില്ല. കാരണം മുകളിൽ നിന്നും ഫിലിപ്പ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുവഴി വിയെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഹന്ന എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ മുകളിലേക്ക് വന്ന് ഫിലിപ്പ് താഴേക്ക് ഇറങ്ങി വരാനായിട്ടുള്ള ആ ഒരു ഭാഗം അടച്ചു വെച്ചിട്ട് കയറിട്ട് നല്ലതുപോലെ കെട്ടിവെക്കും. അപ്പോഴേക്കും നമ്മുടെ ലൂ ആണെങ്കിലോ ആ ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം അവർ ഈ ഒരു ആർമിയിലെല്ലാം വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് നല്ലതുപോലെ അറിയാം ഈ ഒരു ബോംബെല്ലാം എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്ന്. അതുകൊണ്ട് അതിന്റെ വയറെല്ലാം ഇങ്ങനെ ഊരിയിടുന്നു. അതുമല്ല ഫിലിപ്പ് താഴേക്ക് ഇറങ്ങി വരാൻ നോക്കുമ്പോൾ ആ ഡോർ അടച്ചിട്ടുള്ളത് കൊണ്ട് അവനും വരാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ എന്താണ് വിചാരിച്ചത്, ഈ ഒരു ഫാമിലി മൊത്തമായിട്ട് നശിക്കണം, അവരെല്ലാവരെയും കൊല്ലണമെന്നാണ്. അപ്പോഴേക്കും അവൻ പറയും ശരി ഇതാണ് എനിക്ക് വേണ്ടത് എന്നും പറഞ്ഞിട്ട് എല്ലാവരെയും കൊല്ലാൻ വേണ്ടി അവൻ ആ ഒരു റിമോട്ടിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതും ബോംബ് പൊട്ടുന്നില്ല. ഇതും കൂടി ആകുമ്പോഴത്തേക്ക് അവന് നല്ലതുപോലെ ദേഷ്യമായി. എന്നിട്ട് അവൻ താഴേക്ക് വരാനായിട്ട് ആ ഒരു ഡോർ ഇടിച്ച് തുറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ലൂവും ഹന്നയും അടിയിലുള്ള ഒരു വഴിയുണ്ട്, അതുവഴി ഇവരെങ്ങനെയും വെളിയിലേക്ക് ഇറങ്ങും. പക്ഷെ അതിനു മുന്നേ തന്നെ അവിടേക്ക് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന ആ ഒരു ആർമി ഫോഴ്സ് ഉണ്ടല്ലോ, അവരിവിടേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് അവരാണെങ്കിലും ഹെലികോപ്റ്ററിൽ ഇവരന്വേഷിക്കാൻ നടക്കുന്നു, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ഹന്നയുടെ കാലിലാണെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ലൂവിനോട് പറയും നിങ്ങൾ പോ, ഇവിടെ നിന്ന് പോ
എന്നിട്ട് നിങ്ങളുടെ കൊച്ചുമകളെ ആദ്യം രക്ഷിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ലൂവിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഹന്നാണെങ്കിൽ ഒരു കമ്പ് എടുത്ത് അത് കുത്തിയിട്ട് പതിയെ പതിയെ പുറകെ ഇങ്ങനെ വരുന്നു. അതേസമയം നമ്മുടെ ലൂ ആണെങ്കിലോ ഒരു വിധത്തില് നമ്മുടെ വിയെ കണ്ടുപിടിച്ചു. എന്നിട്ട് വിയെ കെട്ടിപ്പിടിക്കുന്നതും സത്യത്തിൽ തന്റെ കൊച്ചുമകളെ കെട്ടിപ്പിടിക്കുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ്. ആ ഒരു സന്തോഷം ലൂവിനുണ്ട്. അതേസമയം ഹന്നയാണെങ്കിലോ ഈ ഒരു വടിയും കുത്തിയിട്ട് അങ്ങനെ നടന്നു വരുമ്പോൾ അവളുടെ പുറകെ തന്നെ ദൂരെ നിന്ന് നമ്മുടെ ഫിലിപ്പും വരുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹന്നയാണെങ്കിലും നടന്ന് ലൂവിന്റെ അടുത്തേക്ക് എത്തി. അപ്പോഴാണ് ലൂ പറയുന്നത് ശരി ആ ഒരു വടി ഇങ്ങെടുക്കെന്നും പറഞ്ഞിട്ട് വി അവിടെ നിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് ഈ ഒരു വടിയിൽ എന്തോ ഏരിയൽ പോലെ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് മുകളിലേക്ക് ഉയർത്തി അവളുടെ കയ്യിലുള്ള ആ ഒരു വയർലെസ് ഫോൺ ഉപയോഗിച്ചിട്ട് അതിലെന്തോ ഇങ്ങനെ ചെയ്യുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ടവർ പൂർണ്ണമായിട്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്. കാരണം അവൾ ആ ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി അവൾ ചെയ്തിരുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ആ ഒരു ബോംബ് പൊട്ടിച്ചത്. അങ്ങനെ ഈ ഒരു പുക മുകളിലേക്ക് ഉയരുന്നത് കാണുന്നതും ഇവരെ കൊല്ലാനായിട്ട് വന്ന ആ ഒരു ആർമിക്കാരുണ്ടല്ലോ അവർക്കിപ്പോൾ സ്ഥലം കറക്റ്റായിട്ട് മനസ്സിലായിട്ട് അവരിപ്പോൾ ഇവിടേക്ക് വരുന്നു. അപ്പോഴേക്കും ലൂ ഹന്നയോട് പറയും, ഹന്ന നീ ഇവിടെ നിന്ന് ഇപ്പോൾ പോയേ പറ്റൂ, ജാക്കിനെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് നേരെ റോഡിലേക്ക് ചെന്ന് നിന്റെ മകളെ നീ രക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഹന്ന ചോദിക്കും, അല്ല നിങ്ങൾ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും വരാൻ കഴിയത്തില്ല, ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹന്ന പോകുന്നതിന് മുന്നേ ഹന്നയോട് പറയുന്നുണ്ട്, നീ വീട്ടിലെത്തി കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ഒരു കത്ത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നീ കണ്ടുപിടിക്കണം, ബാക്കി കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതുമല്ല ഹന്ന അവിടെ നിന്ന് ഓടി കുറച്ച് മുന്നിലേക്ക് പോയിട്ട് തിരിഞ്ഞു നോക്കി ലൂവിനോട് പറയും, ലൂ നിങ്ങൾ തിരിച്ചു വരണം, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ലൂ ഇപ്പോൾ ഒരു വടിയും എടുത്ത് നേരെ ആ ഒരു കടൽക്കരയിലേക്ക് ചെന്ന് നമ്മുടെ ഫിലിപ്പുമായിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യണം. അമ്മയും മകനും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അമ്മയും മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും നിർത്താതെ ഒരേപോലെ ഫൈറ്റ് ചെയ്യാണ്. ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തിട്ട് അവസാനം രണ്ടുപേരും ക്ഷീണിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഫിലിപ്പ് കൊണ്ടുവന്ന ഒരു കമ്പി അത് ലൂവിന്റെ വയറിലേക്ക് കുത്തി അങ്ങനെ ഇറക്കും. എന്നിട്ട് അത് വലിച്ചു വരാണ്ട് വരുമ്പോൾ ലൂ അങ്ങനെ അത് പിടിച്ചു വെച്ചേക്കാണ്. ഒരിക്കലും അത് വലിച്ചു വരാണ്ട് സമ്മതിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, കുട്ടിക്കാലത്ത് നമ്മുടെ ലൂ ചെയ്ത ആ ഒരു തെറ്റുകാരനാണ് ഫിലിപ്പ് ഇങ്ങനെ ആയത്. അതുകൊണ്ട് ആ ഒരു തെറ്റിന് പകരമായിട്ട് സ്വന്തം മകൻ തന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കമ്പി വലിച്ചു വരാതെ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ഫിലിപ്പിനും ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അവൻ നല്ലതുപോലെ കരയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മയെ കൊല്ലാനായിട്ട് കഴിയുന്നില്ല. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയുന്നതും അതേസമയം ഇവരെ കൊല്ലാനായിട്ട് വന്ന ആ ഒരു ഹെലികോപ്റ്റർ ഉണ്ടല്ലോ അത് ഇവരുടെ പുറകെ ഇങ്ങനെ വരുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ലൂ പെട്ടെന്ന് ഫിലിപ്പിനോട് പറയും, എന്നോട് നീ ക്ഷമിക്കണം മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതും ഇവർ രണ്ടുപേരെയും ഹെലികോപ്റ്ററിൽ വന്നവർ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും രണ്ടുപേരും വെടികൊണ്ട് നേരെ കടലിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ കുറെ നേരം ആ ഒരു ഹെലികോപ്റ്റർ അവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്കും കടലിലേക്ക് വീണ രണ്ടുപേരുടെയും ബോഡി ഇപ്പോൾ കാണാനില്ല. അതുകൊണ്ട് ഇവർ മരിച്ചെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതും ഇപ്പോൾ കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഹന്നേനെ വീനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവരിപ്പോൾ ലൂവിന്റെ വീട് വിൽക്കാൻ പോവാണ്. കാരണം വേറെ ഒന്നല്ല, അവർ കത്ത് കണ്ടുപിടിച്ചിട്ട് അതിലുള്ള കാര്യം അതേപോലെ ചെയ്യാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതിൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു വീട് വിൽക്കണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണം ആ ഒരു ഫ്രീസറിലുണ്ട്, ജാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മാസത്തെ ആഹാരം, ഈ ഒരു കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതുപോലെയെല്ലാം നമ്മുടെ ഹന്ന ഇപ്പോൾ ചെയ്യാണ്. അതുകൊണ്ട് നമ്മുടെ ഹന്നയാണെങ്കിലും അതുപോലെയെല്ലാം ചെയ്തിട്ട് ഈ ഒരു വീടെല്ലാം വിറ്റ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ഒരു ജങ്കാറിലാക്കി ആ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു പുതിയ ജീവിതം ഇവിടെ വെച്ച് തുടങ്ങാൻ പോകുന്നു. അതുമല്ല ഇവരാണെങ്കിൽ ജാക്കിനെ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ജാക്കിനെ കൊണ്ട് പോകുമ്പോഴത്തേക്കാണ് ജാക്ക് പെടുന്ന ഇവരുടെ പുറകിലിരുന്നിട്ട് എവിടേക്ക് ഇങ്ങനെ നോക്കാണ് ഈ പരിചയമുള്ള ആരും നിൽക്കുന്നത് പോലെ. എന്നിട്ട് ആ ഒരു വശത്തേക്ക് നോക്കി വാലെല്ലാം നല്ലതുപോലെ ഇങ്ങനെ ആട്ടുന്നുണ്ട്. അങ്ങനെ ആ ഒരു വശത്തേക്ക് ഈ ഒരു കപ്പലിന്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആഹാ, നമ്മുടെ ലൂ ഇപ്പോഴും മരിച്ചിട്ടില്ല, ലൂ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുമായിരിക്കും. ബൈ.